ലീഗ് ഇപ്പോൾ ആകെ അസംതൃപ്തിയിലാണ്. കാരണം UDF-നോടൊപ്പം നിന്നാൽ ഇനി രക്ഷയില്ല. കാരണം പിണറായി ഭരണമാണ് ഇനിയും വരുന്നത് എന്നുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങി. സ്വാഭാവികമായി ഇപ്പോൾ 10 വർഷത്തോളം അവർ അധികാരമില്ലാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം പോലും അവർക്കതിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ലീഗ് ഇടതുപക്ഷത്തേക്ക് LDF-ലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ സജീവമാണല്ലോ. എന്താണ് സംഭവം? ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് VD സതീശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് മുന്നണി സംവിധാനത്തിലെ നിങ്ങളൊന്നും ചിന്തിക്കാത്ത, നിങ്ങളൊന്നും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്തൊരു മാറ്റം വരാൻ പോകുന്നു എന്ന് പറഞ്ഞത്. VD സതീശൻ എയിം ചെയ്തത് CPIയെ LDF-ൽ നിന്ന് അടർത്തിയെടുത്ത് UDF-ൻ്റെ ഭാഗമാക്കുക എന്നതായിരുന്നു. അതിനുള്ള കിണഞ്ഞ പരിശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. CPIയുടെ സമ്മേളനങ്ങളിലെല്ലാം തന്നെ ഈ CPIയുടെ നിലവിലെ മന്ത്രിമാർക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ സമ്മേളനങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം നടന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പോലും CPIയിലെ മന്ത്രിമാരെല്ലാം പരാജയമാണ് എന്നും CPIയിലെ ഒരു മന്ത്രിയെ പോലും പ്രശംസിച്ചുകൊണ്ട് അവർ ആ സമ്മേളനത്തിൽ ആരും സംസാരിച്ചില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും വരെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ CPIയുടെ ചില അംഗങ്ങൾ അന്നത്തെ ഈ ജില്ലാ സമ്മേളനത്തിൽ സംസാരിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CPI ഇടതുപക്ഷത്തിൽ നിന്ന് മാറി UDF-ൻ്റെ ഭാഗമാകും എന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ഈ പറഞ്ഞ CPIയുടെ പല നേതാക്കളുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. CPIയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ CPIക്ക് ഉപമുഖ്യമന്ത്രി പദം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ചർച്ച സ്വാഭാവികമായിട്ടും UDF-നകത്തും ഉണ്ടാവുമല്ലോ. ഇങ്ങനെ CPI ആയിട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ CPIക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചർച്ച വരുന്ന ഘട്ടത്തിലാണ് CPIക്ക് ഉപമുഖ്യമന്ത്രി പദം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ആഭ്യന്തരം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ചർച്ച. അപ്പോൾ CPI UDF-നകത്തെ രണ്ടാമത്തെ കക്ഷിയായി മാറും, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായി മാറും. അപ്പോൾ ലീഗ് ആരായി? ലീഗാണ് നിലവിലെ സാഹചര്യത്തിൽ UDF-ലെ രണ്ടാമത്തെ കക്ഷി. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പക്ഷേ കോൺഗ്രസിനേക്കാൾ ശക്തരാണ് ലീഗ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ അങ്ങനെ പറയാനുണ്ടാകുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത് എങ്കിൽ പോലും അവിടെ പണിയെടുത്തത് മുഴുവൻ ലീഗാണ്. ലീഗിൻ്റെ പ്രവർത്തകരും ലീഗിൻ്റെ യുവജന സംഘടനകളും അക്ഷീണം പ്രയത്നിച്ചതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ MLA സ്ഥാനം നിഷ്പ്രയാസം ജയിച്ചു കയറാൻ സാധിച്ചത്. അൻവറിൻ്റെ അത്ര വലിയ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടായിട്ട് പോലും, അൻവർ പിടിച്ച വോട്ട്, ഇത്ര വോട്ട് പിടിച്ചിട്ട് പോലും ലീഗിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ടാണ് നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ആര്യാടൻ ഷൗക്കത്തിന് നിഷ്പ്രയാസം ജയിച്ചു കയറാൻ വന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അത് മുന്നണിക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ലീഗ് ഒരു പക്ഷേ കോൺഗ്രസിനേക്കാൾ മികച്ച ഒരു സ്ഥാനത്ത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് UDF-അകത്ത് ഉണ്ടാകുമ്പോൾ, അതിനിടയിൽ CPI എന്ന് പറയുന്ന ഒരു സംഘടനയെ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ UDF-ൻ്റെ ഭാഗമാക്കുന്ന ഘട്ടത്തിൽ ലീഗ് 3ാം സ്ഥാനത്തേക്ക് പോകും, അല്ലെങ്കിൽ 3ാമത്തെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് താഴേക്ക് പോകും എന്നുള്ളൊരു ചർച്ച ലീഗിനകത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട്. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാണക്കാട് തങ്ങളുമായിട്ട് നടത്തിയ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ പണിയെടുത്തത് മുഴുവൻ നമ്മളാണ്, പക്ഷെ ജയിച്ചത് കോൺഗ്രസ് ആണെങ്കിൽ പോലും മുന്നണിക്കകത്ത് ഇപ്പോൾ CPIയുമായിട്ട് നടക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും കിട്ടാൻ സാധ്യതയില്ല. കുഞ്ഞാലി സാഹിബ് അന്ന് ഈ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് പോലും ഇത്രയും വീടുകൾ കയറി ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് തന്നെ. അപ്പം ഇവര് ലീഗാണെങ്കിലോ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ 5ാം മന്ത്രിസ്ഥാനം എന്ന ഒരു അവകാശവാദത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയം കൂടിയായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ പ്രതീക്ഷകളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ടാണ് CPIയെ UDF-ലേക്ക് കോൺഗ്രസ് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ CPI എങ്ങാനും ഇടതുപക്ഷത്ത് നിന്ന് വലതുപക്ഷത്തേക്ക് വന്നാൽ ലീഗിന് യാതൊരു വിധത്തിലുള്ള പരിഗണനയും ലഭിക്കില്ല എന്ന് മാത്രമല്ല 5ാം മന്ത്രിസ്ഥാനവും കിട്ടില്ല. നിലവിലുള്ള ചില സീറ്റുകൾ ഈ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് CPIക്ക് സീറ്റുകൾ കൊടുക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കുറച്ച് സീറ്റുകളും ഈ പറഞ്ഞ ലീഗിൻ്റെ കുറച്ച് 1-2 സീറ്റുകളും ഒക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ലീഗ് വളരെ അസംതൃപ്തരാണ് ഇപ്പോൾ UDF സംവിധാനത്തിൽ. മാത്രമല്ല 10 വർഷത്തോളം ഭരണമില്ലാതെ നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്.
അപ്പോൾ അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അധികാരമില്ലാത്തടത്ത് ലീഗില്ല എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ശരി. അധികാരമില്ലാതെ ലീഗിന് നിലനിൽപ്പില്ല. അവർക്ക് അധികാരമുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു ഭരണത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ മാത്രമേ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ കാലത്തും അവരുടേതായ ഒരു നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ചർച്ചകളെല്ലാം വരുന്നു, പല കോണുകളിൽ നിന്ന് വാർത്തകൾ വരുന്നു. പ്രധാനപ്പെട്ട വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാകും, മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ്. അത് നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നത് UDF-നകത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗുമാണ്. അപ്പോൾ മുസ്ലിം ലീഗ് വീണ്ടും എന്താ പറയുക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. വീണ്ടും ഭരണമില്ലാത്തൊരു 5 വർഷം എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പിന്നെ ഇല്ല, അത് തീർന്നു എന്ന് കൂട്ടിയാൽ മതി. അതിനിടയിൽ BJP വളരെ ശക്തമായിട്ട് മത്സരരംഗത്തേക്ക് വരുന്നു. മുൻപാണെങ്കിൽ BJPയുടെ വോട്ട് കോൺഗ്രസിലേക്ക് പോകാറുണ്ടായിരുന്നു. അത് O രാജഗോപാൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലതുപക്ഷത്തിന് പല സന്ദർഭങ്ങളിലും വോട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. കാരണം നമ്മുടെ സ്ഥാനാർത്ഥികൾ എന്തായാലും ജയിക്കില്ല, അപ്പോൾ വോട്ട് വഴാക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് അങ്ങനെ അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് O രാജഗോപാൽ തന്നെ ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ BJP കൂടി ശക്തമായി വരുമ്പോൾ കോൺഗ്രസിൻ്റെ പല സീറ്റുകളും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനി ഒരിക്കലും ഭരണത്തിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതയില്ല എന്ന് ലീഗ് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് ലീഗും ഇടതുപക്ഷവും, അതായത് CPM-ൻ്റെ ചില നേതാക്കളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ആ ചർച്ചകൾ മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തിയതിന് ശേഷം സംസ്ഥാന തലത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളും LDF-ൻ്റെ പ്രധാന നേതാക്കളും ആദ്യഘട്ടത്തിൽ CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തിയതിന് ശേഷം മാത്രം LDF കൺവീനറും മറ്റ് ആളുകളും ആ ചർച്ചയിലേക്ക് വന്നാൽ മതി എന്നുള്ളൊരു തീരുമാനമാണ് CPM എടുത്തിരിക്കുന്നത്. അപ്പോൾ മലപ്പുറത്തുള്ള CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പാണക്കാട് കുടുംബവുമായിട്ടും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ നേതാക്കളൊക്കെ ആയിട്ട് വളരെ അടുപ്പമുള്ള ആളുകളൊക്കെ തന്നെയാണ്. മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് രാഷ്ട്രീയപരമായിട്ട് ലീഗും ഇടതുപക്ഷവും തമ്മിൽ വലിയ സംഘർഷമോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമുള്ള സ്ഥലമൊന്നുമല്ല. അവിടെ എല്ലാവരും രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ വളരെ വ്യക്തിബന്ധമായിട്ടും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. പാണക്കാട് കുടുംബവുമായിട്ട് മലപ്പുറത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും, ഇടതുപക്ഷത്തുള്ളതായാലും വലതുപക്ഷത്തുള്ളതായാലും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും നല്ല അടുപ്പമുള്ള ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം. അപ്പോൾ പാണക്കാട് കുടുംബവും പാണക്കാട് തങ്ങളുമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട CPM, പ്രത്യേകിച്ചും CPM-ൻ്റെ നേതാക്കന്മാർ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് അന്തിമ തീരുമാനമോ അനുഭാവപൂർവമായ ഒരു അഭിപ്രായ പ്രകടനമോ ഒന്നും ലീഗിൻ്റെ ഭാഗത്തു നിന്ന് വന്നില്ല എങ്കിൽ പോലും അവർക്കുള്ളിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് CPM ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവരുടെ കമ്മിറ്റികളിൽ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അതിൽ മുൻപുണ്ടായ അതേ പ്രതിഷേധം, അതായത് KM ഷാജിയും MK മുനീറും അടക്കമുള്ള നേതാക്കളും PK ഫിറോസിനെ പോലെയുള്ള കുറച്ച് യൂത്ത് ലീഗിൻ്റെ നേതാക്കളും മാത്രമാണ് ഈ പറഞ്ഞതുപോലെ LDF-ലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം വളരെ ശക്തമായിട്ട് അവർ ആ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ അവിടെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്ര കാലം നിങ്ങൾക്ക് ഭരണമില്ലാതെ നിൽക്കാൻ പറ്റും? KM ഷാജി ഇപ്പോൾ ഒരു MLA പോലുമല്ല, MK മുനീർ MLA ആണെങ്കിൽ പോലും ഭരണമില്ലാതെ എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ലീഗ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു പ്രാദേശിക പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ചട്ടം ഇത് നമുക്ക് ചാർത്തി തന്നിട്ടുണ്ട്, പ്രാദേശിക പാർട്ടി എന്ന രീതിയിൽ. ഈ പ്രാദേശിക പാർട്ടി ആണെങ്കിൽ പോലും ഒരു മുന്നണിയെ ഭരണത്തിലെത്തിക്കാനും ഭരണത്തിൽ എത്തിക്കാതിരിക്കാനുമുള്ള കഴിവ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം നമ്മൾ LDF-ൻ്റെ ഭാഗമാവുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഭരണം കിട്ടും, നമുക്ക് കൃത്യമായിട്ട് മന്ത്രിസ്ഥാനം കിട്ടും, നമ്മൾ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ UDF-ൻ്റെ ഭാഗമായി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും ഇനി ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുകയില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ യോഗത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് വിവരം. എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള ചർച്ചകൾ ഇപ്പോൾ ലീഗിനകത്ത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വ്യക്തം. CPM ഒരു ചൂണ്ടയിട്ട് കൊടുത്തിട്ടുണ്ട്. ലീഗ് അതിനകത്ത് കൊത്തുകയാണ് എങ്കിൽ ലീഗ് ഇടതുപക്ഷത്തേക്ക് വരും. അങ്ങനെ ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ UDF അപ്രസക്തമാകും, ഒരു കാലത്തും ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.